ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 23-ാം തിരുവചനം. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. പ്രിയമുള്ളവരെ, വിശ്വാസ ജീവിതം പ്രത്യാശ നിറഞ്ഞ ഒരു ജീവിതമാണ്. ക്രൈസ്തവ വിശ്വാസത്തിൽ പ്രത്യാശ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ നിരാശയ്ക്ക് അടിമപ്പെടുന്നത്. ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ വാഗ്ദാനത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് കഴിയണം. യേശു കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിത്യജീവനാണ്. നിത്യജീവൻ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ അതിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിച്ചാൽ നമുക്ക് നിരാശ കടന്നു വരികയില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബം വളരെ വിഷമത്തോടെ വന്നു. 2 മക്കളുള്ള ഒരു കുടുംബം, നന്നായിട്ട് പ്രാർത്ഥിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഇളയ മകൻ പെട്ടെന്ന് ഏതോ മാനസിക സംഘർഷത്തിൻ്റെ ഇടയിൽ അവൻ ആത്മഹത്യ ചെയ്യുവാനായിട്ടിടയായി. അവൻ്റെ ആത്മഹത്യ ആ കുടുംബത്തെ വല്ലാതെ ഉലച്ചു. നന്നായിട്ട് പ്രാർത്ഥിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്യുന്ന ഈ മകൻ പെട്ടെന്ന് എന്തേ ആത്മഹത്യ ചെയ്തു എന്നുള്ള ആ ഒരു ചോദ്യം എല്ലാവരുടെ മുമ്പിലും കടന്നു വന്നു. ഈ കുടുംബം വല്ലാത്ത തളർന്ന അവസ്ഥയിലായിപ്പോയി. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു, കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട്, ദേവാലയ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നിട്ടും എന്തേ എൻ്റെ മകൻ, ആ ഇളയവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നിട്ടും പെട്ടെന്ന് ഈ ഒരു തകർച്ചയിൽ, ആത്മഹത്യയുടെ പടുകുഴിയിൽ ചെന്ന് വീണത്? പ്രിയമുള്ളവരെ, അവർ വല്ലാത്ത നിരാശപ്പെട്ട കൂടിയാണ് വന്നത്. എൻ്റെ ഈ കുഞ്ഞിന് ഇനി എന്താണ് അവസ്ഥ? അവന് ദൈവരാജ്യം കിട്ടുമോ, സ്വർഗരാജ്യം കിട്ടുമോ? ഒരു പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു ആ കുടുംബം അവിടെ വന്നത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മുമ്പിൽ മനുഷ്യൻ്റെ ചിന്തകളല്ല, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. വാഗ്ദാനങ്ങളിൽ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ആ വാഗ്ദാനത്തിൽ അവരെ ഒന്ന് സ്ഥിരീകരിക്കുവാൻ, അവരോട് സംസാരിക്കുവാനായിട്ട് ഞാൻ ഇടയായി. നിങ്ങളുടെ കുഞ്ഞ്, അവൻ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ഒക്കെ ജീവിച്ചവനാണ്. ഈ അന്ത്യം നമുക്ക് മനുഷ്യൻ്റെ ആ പ്രവൃത്തി കണ്ടുകൊണ്ട് നമുക്കൊരാളെ പെട്ടെന്ന് വിലയിരുത്താനായിട്ട് പറ്റുകയില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, കർത്താവ് അവനെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. അവൻ്റെ ഒരു മാനസിക സംഘർഷത്തിൻ്റെ അവസ്ഥയിൽ ഒരുപക്ഷെ അവൻ പോലും അറിയാതെ ആ ഒരു തിന്മ അവൻ്റെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ ആ സഹനത്തിൻ്റെ നിമിഷത്തിൽ, ആ വേദനയുടെ നിമിഷത്തിൽ അവൻ പെട്ടെന്ന് കർത്താവിനെ ഒന്ന് വിളിക്കാൻ തയ്യാറായാൽ ദൈവം തീർച്ചയായിട്ടും അവനെ അത് വിശുദ്ധരുടെ കൂട്ടായ്മയിൽ സ്വീകരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിരാശ വെടിഞ്ഞ് പ്രത്യാശയുള്ളവരാവുക. നിങ്ങളുടെ മകനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. അവനെ ദൈവം തന്ന അവൻ്റെ ജീവിതത്തിലൂടെ ദൈവം നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെയൊക്കെ ഓർത്ത് നന്ദി പറയുക. ഏതെങ്കിലുമൊക്കെ വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവന് വേണ്ടി വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ദൈവം അവനെ തള്ളിക്കളയുകയില്ല. ഈ ഒരു തകർന്ന അവസ്ഥയിലാണെങ്കിലും ദൈവത്തിന് അവനെ പിടിച്ചുയർത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യാശയുള്ളവരാവുക എന്ന് പറഞ്ഞ് ഞാൻ അവരെ ഒന്ന് സ്നേഹത്തോടെ ഒന്ന് ബലപ്പെടുത്താനായിട്ട് തയ്യാറായി. അസീസിലെ ഫ്രാൻസിസ് ഇപ്രകാരം പറയുകയാണ്: ഞാൻ പ്രത്യാശിക്കുന്നത് ഏറ്റവും മഹത്തായ ഒന്നിനു വേണ്ടിയാണ്. ആയതുകൊണ്ട് ഓരോ സഹനവും എനിക്ക് ആനന്ദമായിരുന്നു. പ്രിയമുള്ളവർ, ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഈ പ്രത്യാശയെ നമ്മൾ മറന്നു പോകാനായിട്ട് പാടില്ല. കാരണം കർത്താവായ യേശു തന്നിൽ വിശ്വസിക്കുന്നവർക്ക്, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിത്യജീവനാണ്. അതുകൊണ്ട് ഒരു വ്യക്തി അവൻ യേശുവിനെ അറിഞ്ഞ് വിശ്വസിച്ച് ജീവിച്ച ജീവിതം ഏതെങ്കിലും ഒരു തകർച്ചയുടെ പടുകുഴിയിൽ ചെന്ന് വീണാലും അവൻ്റെ പ്രത്യാശ കർത്താവ് അവന് നൽകും. കാരണം ആ തകർച്ചയിൽ നിന്ന് പോലും ദൈവം അവനെ രക്ഷിക്കുമെന്നുള്ള ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിന് ചില കാരണങ്ങളുണ്ട്. ആ 4 കാരണങ്ങളാണ് നമ്മളൊന്ന് മനസ്സിലേക്ക് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്, ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ.
കാരണം ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് മാറ്റമില്ല. കർത്താവിൽ പ്രത്യാശ വയ്ക്കുവാനുള്ള കാരണങ്ങൾ ആ തിരുവചനത്തിൻ്റെ ഓരോ താളുകളിലും നാം കാണുന്നത്. കാരണം നമ്മൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരിൽ ദൈവം നിത്യരക്ഷ നൽകും എന്നാണ് ദൈവം പറഞ്ഞിട്ടുണ്ടത്. എൻ്റെ വചനം പാലിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്, എന്നിൽ വിശ്വാസമർപ്പിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. അപ്പോൾ ഒരു വ്യക്തി യേശു കർത്താവിൽ വിശ്വസിച്ച് അവൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് അവൻ വചനം പാലിച്ച് ജീവിക്കുകയാണെങ്കിൽ അവന് നിത്യജീവനുണ്ട് എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. മാർക്കൂസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24 വചനം പറയുന്നില്ലേ, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആ കുടുംബത്തോട് എനിക്ക് പറയാനായിട്ട് ഇടയായി ഇതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവത്തോട് യാചിച്ചാൽ ദൈവം ആ കുഞ്ഞിന് നിത്യജീവൻ കൊടുക്കും, നിത്യരക്ഷ കൊടുക്കും. കാരണം ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം അത് പൂർത്തീകരിക്കും അവനിൽ. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 10, കഴിഞ്ഞ തലമുറകളെപ്പറ്റി ചിന്തിക്കുവിൻ, കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്, കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്. പ്രിയമുള്ളവരെ, ചില കുടുംബങ്ങൾ ആത്മഹത്യയുടെ ആ ഒരു തകർച്ചയുടെ അനുഭവം നേരിട്ട കുടുംബങ്ങൾ ഇന്ന് വളരെ നൊമ്പരത്തോടെ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രത്യാശയില്ലാത്ത മനോഭാവത്തോടെ തളർന്ന മനസ്സുമായിട്ട് ജീവിക്കുന്നവരെ കണ്ടുമുട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആത്മഹത്യ ചെയ്തവരുടെ അവരുടെ ജീവിതം, അതിന് തൊട്ട് മുമ്പ് വരെയുള്ള ചിലരുടെയൊക്കെ ജീവിതങ്ങൾ നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ നല്ല പ്രാർത്ഥനയുടെ നല്ല കൂദാശകൾ സ്വീകരിച്ച ഒരു ജീവിതമായിരുന്നു. പക്ഷേ അവർ പോലും അറിയാതെ അവർ ജീവിച്ചിരുന്നപ്പോൾ അവർ പറഞ്ഞു, ഒരിക്കലും ഞങ്ങൾ ആത്മഹത്യ ചെയ്യില്ല എന്ന് പോലും പറഞ്ഞിട്ടുള്ളവർ, അത് പാപമാണെന്ന് കൂടി പറഞ്ഞിട്ടുള്ളവർ, തലേ ദിവസം ചെന്ന് കൊമ്പസാരിച്ചിട്ട് അവരറിയാതെ ഈ ഒരു തിന്മയിൽ അടിമപ്പെട്ടു പോകുവാനായിട്ട് കാരണമെന്തേ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം കൊടുക്കാനായിട്ട് പറ്റുകയില്ല ചിലപ്പോൾ. കാരണം ഇതൊരു രോഗമാണ്. സൂയിസൈഡ് ടെൻഡൻസി എന്ന് പറയുന്നത് അതൊരു ശരീരത്തിലെ ചില ഹോർമോൺസിന് ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വ്യക്തി പോലും അറിയാതെ ആ തിന്മയിൽ അടിമപ്പെടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ക്യാൻസർ ഒരു രോഗമാണെങ്കിൽ സൂയിസൈഡ് ഒരു രോഗമാണെന്ന് ഇന്ന് വൈദ്യശാസ്ത്രം ഡോക്ടർമാരൊക്കെ അത് അങ്ങനെ കാണുവാനായിട്ട് അവർ തുടങ്ങി. പക്ഷേ ഇത് അംഗീകരിക്കുന്നതല്ല, ഇത് ചെയ്യുന്നത് പാവമാണ്, മാരകമായ പാപം തന്നെയാണ്. പക്ഷേ നമുക്ക് അത് ആ പാപത്തെ വെറുക്കുന്നതോടൊപ്പം നമ്മൾ ഈ തിന്മകളിൽ അടിമപ്പെട്ടവരെ അവരുടെ ജീവിതത്തിൻ്റെ ആ തകർച്ചയെ ഓർത്ത് നിരാശപ്പെടാതെ അവർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നവരാകണം. കാരണം ദൈവം അവരെ രക്ഷിക്കും, ദൈവം അവരെ വീണ്ടെടുക്കും എന്ന് നമ്മൾ വിശ്വസിക്കുവാൻ കഴിയണം. കാരണം വാഗ്ദാനങ്ങളിൽ ദൈവം വിശ്വസ്തനാണ്. നമ്മളോട് അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നിത്യജീവൻ. ആ നിത്യജീവൻ ഇവർക്കും ലഭിക്കുവാനായിട്ട് നമ്മൾ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 23, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഈ നൊന്തുപെറ്റ ഈ കുഞ്ഞ് പഠിപ്പിച്ച് വലുതാക്കി ഇവനെ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും കൂദാശകളിലും ഒക്കെ നിലനിർത്തി വളർത്തിക്കൊണ്ടുവന്നിട്ട് ഈ കുഞ്ഞ് പെട്ടെന്ന് ഈ ഒരു പാപത്തിൻ്റെ തകർച്ചയിൽ പടുകുഴിയിൽ വീണപ്പോൾ ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും വല്ലാത്തൊരു നിരാശയുടെ അനുഭവമായിരുന്നു. പ്രത്യാശ നഷ്ടപ്പെട്ടൊരവസ്ഥയായിരുന്നു അവർ. എന്നിട്ട് മൂത്തവൻ തന്നെ പറയാണ്, ഇനി എന്തിന് ജീവിക്കുന്നു, നമുക്കും ആത്മഹത്യ ചെയ്തുകൂടെ എന്നുള്ളൊരു തെറ്റായ ഒരു മനോഭാവം ആ ഭവനത്തിൽ കയറി വരാനായിട്ട് തുടങ്ങി. പ്രിയമുള്ളവരെ, അത് പാപമാണെന്ന്, മാരകമായ പാപമാണ്. അതൊരിക്കലും നമ്മൾ ബോധപൂർവം അത് തിരഞ്ഞെടുക്കുവാനോ ചെയ്യുവാനോ നമുക്ക് അവകാശമില്ല എന്നും ജീവൻ നശിപ്പിക്കുന്നത് പാപമാണെന്നും ആ കുടുംബത്തെ ബോധ്യപ്പെടുത്തി ആ തിന്മയിൽ മാറി നിന്ന് ജീവിക്കാനായിട്ടൊരു പ്രത്യാശ അവർക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞു. കാരണം എന്താണ്? കാരണം യേശുവിൽ വിശ്വസിക്കുക, യേശുവിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുക. മറ്റൊരാളുടെ ജീവിതത്തിൽ ഈ ഒരു പരാജയവും തകർച്ചയും വന്നു, അതുകൊണ്ട് എൻ്റെ ജീവിതവും ഇതുപോലെ ചെന്ന് തകർച്ചയിൽ വീഴാനായിട്ടുള്ള നിലപാടല്ല എടുക്കേണ്ടത്. നമ്മൾ ആ പാപത്തെ ഓർത്ത് അനുദപിച്ച് ആ വ്യക്തിക്ക് കർത്താവ് നിത്യജീവൻ കൊടുക്കണമെന്ന് നമ്മുടെ ഓരോ പ്രാർത്ഥനയിലൂടെ നമുക്ക് സാധിക്കണം. നമ്മളത് പ്രാർത്ഥിക്കാതെ നമ്മളും ആ തകർച്ചയിൽ ചെന്ന് വീണ് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കാനുണ്ടാകും? ഈ മരിച്ച വ്യക്തിക്ക് വേണ്ടി ആ കുടുംബത്തിലുള്ളവരെല്ലാം കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ടതിന് പകരം ഈ വ്യക്തി ഇങ്ങനെ ചെയ്തെങ്കിൽ നമുക്കും ഇതേ പാപം ചെയ്യാമെന്ന് നിലപാടെടുക്കുന്നത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്, പിശാച് കൊടുക്കുന്ന ചിന്തയാണ്. ആ ചിന്ത നമ്മൾ മാറ്റിയെടുത്ത് ആ നഷ്ടപ്പെട്ട വ്യക്തിയെ രക്ഷിക്കാൻ
നമ്മൾ ജീവിച്ചുകൊണ്ട് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് കൂദാശകളിലും വചനത്തിലും ദൈവാരാധനയിലും നിലനിന്ന് ജീവിക്കാനായിട്ട് തയ്യാറാകണം. അങ്ങനെയാണ് ഈ തകർച്ചകളിൽ, ഇങ്ങനെയുള്ള തകർച്ചകളിൽ വീണുപോയ കുടുംബങ്ങളോട് ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം ആവശ്യപ്പെടുന്നത്. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായം 23 നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു തകർച്ച വന്നു, നമ്മൾ അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ച് ഇനി എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ അവസാനം എന്താണ് എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി വാഗ്ദാനം ചെയ്ത ദൈവത്തിൽ ആശ്രയിച്ച് ആ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, ആ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. കാരണം മനുഷ്യൻ്റെ ചിന്തകളും ദൈവത്തിൻ്റെ ചിന്തകളും തമ്മിൽ അന്തരമാണ്. ആകാശം ഭൂമിയിൽ നിന്ന് എത്ര കണ്ട് അകന്നിരിക്കുന്നുവോ അത്ര കണ്ട് എൻ്റെയും നിങ്ങളുടെയും ചിന്തകൾ വ്യത്യസ്തമാണെന്ന് പറയുമ്പോൾ ഉള്ളറിയുന്ന ദൈവത്തിന് മാത്രമേ ഒരുവൻ്റെ അവസ്ഥ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ബാഹ്യമായിട്ട് തോന്നുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വിധിക്കാം, ഇത് ഏറ്റവും വലിയ ആ വ്യക്തി ചെയ്ത പാവമാണ് ചെയ്തത്. പക്ഷേ അവൻ്റെ ഉള്ളറിയുന്ന ഒരു ദൈവമുണ്ടെന്നും അതുകൊണ്ട് നമുക്ക് ആരെയും വിധിക്കാനോ പഴി പറയാനോ ആർക്കും രക്ഷയില്ല എന്ന് പറഞ്ഞ് നമുക്ക് വിധി പ്രസ്താവിക്കാനോ അവകാശമില്ല. നമ്മൾ എല്ലാവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രത്യാശയുള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും നമ്മൾ പ്രത്യാശയുള്ളവരായിരിക്കണം. കാരണം ദൈവമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിത്യജീവൻ. രണ്ടാമത്, നമ്മുടെ പ്രത്യാശയ്ക്ക് അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ദൈവം അവിടുന്ന് സൃഷ്ടിച്ച സകല വ്യക്തിനെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. കാരണം ദൈവത്തിന് ആരെയും വെറുക്കാൻ പറ്റുകയില്ല. ഒരു പാപിയെപ്പോലും വെറുത്ത് കളയുന്നവനല്ല ദൈവം. കാരണം ദൈവം സകല സൃഷ്ടികളെയും സ്നേഹിക്കുന്നു, അവയോട് ദയ കാണിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 11-ാം അധ്യായം 24 എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു, അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദ്വേഷിക്കുന്നില്ല, ദ്വേഷിച്ചെങ്കിൽ അങ്ങ് അതിനെ സൃഷ്ടിക്കുമായിരുന്നില്ല. കാരണം ദൈവം ആരെയും ദ്വേഷിക്കുന്നില്ല, ആരെയും നശിച്ചു പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. 11-ാം അധ്യായം 26 നമ്മൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം 11-ാം അധ്യായം 26 വീണ്ടും പറയാണ്, ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവെ, സർവവും അങ്ങയുടേതാണ്, അങ്ങ് അവയോട് ദയ കാണിക്കുന്നു. കാരണം ദൈവം എല്ലാവരോടും ദയ കാണിക്കുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 33-ാം അധ്യായം 11 ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാനാണോ ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. കാരണം ദുഷ്ടൻ മരിച്ചു കാണാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അവൻ പാപത്തിൻ്റെ പിടിയിൽ അമർന്ന് നിത്യനാശത്തിൽ വീഴാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അവൻ അനുതപിച്ച് അവൻ ആ പാപത്തിൽ നിന്ന് മാറുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായം 22-23 വചനം, എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിൻ്റെ വേതനം മരണം, ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവനും. അപ്പോൾ നമ്മൾ നിത്യജീവനിൽ പ്രത്യാശയുള്ളവരാകണം. എപ്പോഴും നിത്യജീവനിൽ പ്രത്യാശയുള്ളവരായി ജീവിക്കണം. മറ്റുള്ളവരുടെ ജീവിതത്തിലെ തകർച്ചകളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും വരുമ്പോഴും നമ്മൾ പ്രത്യാശയുള്ളവരായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയണം. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 4 എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലവുമെന്ന് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 31-ാം അധ്യായം 3 ദൈവം പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ദൈവം ആരെയും വെറുക്കുന്നില്ല, ആരെയും തള്ളിക്കളയുന്നില്ല. എത്ര കൊടും പാവിയാണെങ്കിലും, എത്രമാത്രം നീ പാപത്തിൻ്റെ തിന്മകളിൽ അടിമപ്പെട്ട വ്യക്തിയാണെങ്കിലും, നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞാലും ദൈവം നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ദൈവത്തിന് നിന്നെ സ്നേഹിക്കാതിരിക്കാനായിട്ട് പറ്റുകയില്ല. ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിനക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായി തീർന്നത്. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് അതാണ്. ചിലരൊക്കെ ചില പാപങ്ങളിൽ ബലഹീനതകളിലൊക്കെ വീണിട്ടുള്ളവർ അവർ കുറ്റബോധത്തിന് അടിമപ്പെടാറുണ്ട്. ദൈവം എന്നെ സ്നേഹിക്കുമോ, ദൈവം എന്നോട് ഈ പാപത്തിന് ക്ഷമ തരുമോ? എന്നാൽ നീ അറിയണം, അത് പിശാചിൻ്റെ ചിന്തയാണ്. ചിലരൊക്കെ ചില തിന്മകളിൽ അടിമപ്പെടുവാനായിട്ട് കാരണം പിശാച് വന്നത് 3 കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയാണ്: മോഷ്ടിക്കുക, കൊല്ലുക, നശിപ്പിക്കുക. അപ്പോൾ എവിടെ ജീവൻ നശിപ്പിക്കാൻ ആര് ശ്രമിക്കുന്നോ അത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് പിശാചിൻ്റെ പ്രവൃത്തിയിൽ നമ്മൾ വിട്ടുകൊടുക്കാതെ പ്രത്യാശയുള്ളവരാകണം. നമ്മുടെ ജീവിതം പിശാചിന് കൊടുക്കാനുള്ളതല്ല. ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം ദൈവം അനുവദിക്കുന്നിടത്തോളം
കാലം വിശ്വാസത്തിലും വിശുദ്ധിയിലും പ്രത്യാശയിലും ജീവിക്കേണ്ട ജീവിതമാണ്. അതല്ലാതെ ഏതെങ്കിലും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ഉണ്ടാകുമ്പോൾ, ഏതെങ്കിലുമൊക്കെ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവസാനിപ്പിക്കാമെന്ന് കരുതി എല്ലാം അവസാനിപ്പിക്കാം, നമുക്കും മരിക്കാമെന്നുള്ള ചിന്തയല്ല വേണ്ടത്. മറിച്ച് ജീവൻ തന്ന ദൈവത്തിന് നമ്മൾ വിശ്വസ്തരായി ജീവിക്കണം. ദൈവമാണ് ജീവൻ്റെ നാഥൻ. അതുകൊണ്ട് ആരുടെയും ജീവൻ എടുക്കുവാൻ, എൻ്റെ തന്നെ ജീവൻ പോലും അവസാനിപ്പിക്കുവാൻ എനിക്ക് അവകാശമില്ല എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രത്യാശയുള്ളതായിരിക്കണം. ജീവിതത്തിലെ തകർന്ന അവസ്ഥയിലും ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ നമുക്ക് ആ നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് നടക്കാനായിട്ട് പറ്റും. പത്രോസ്ലീഹയുടെ 2-ാം ലേഖനം 3-ാം അധ്യായം 9, ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. കാരണം നമ്മൾ മറ്റുള്ളവരുടെയൊക്കെ കുറവുകൾ, പാവങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം ഇത് അനുവദിക്കുന്നതാണോ എന്ന്. യഥാർത്ഥത്തിൽ അവർ നശിച്ചു പോകാതിരിക്കുവാൻ ദൈവം ക്ഷമ കാണിക്കുകയാണ് അവരോട്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവർ തിരിച്ചു വരും. ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് കർത്താവായ യേശു കാൽവരിയിൽ കൊടുത്ത ആ സ്നേഹത്തിൻ്റെ വില തിരിച്ചറിഞ്ഞ് ഇന്നല്ലെങ്കിൽ നാളെ ഈ കൊടും പാപികൾ പോലും തിരിച്ചു വരുമെന്ന് കർത്താവ് അവരെ നോക്കി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ പ്രത്യാശയോടെ ജീവിക്കുവാനായിട്ട് നമ്മെ നിർബന്ധിക്കുന്നു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 32, ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ എന്തിനു മരിക്കണം? നിങ്ങൾ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യുവേൻ. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്. കാരണം നിരാശപ്പെടുത്തുന്ന തകർച്ചകളിൽ ചെന്ന് വീണിട്ട് നമ്മൾ മരിക്കാനായിട്ട് അല്ല നമ്മൾ നിലപാടെടുക്കേണ്ടത്. കാരണം അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ജീവിക്കണം, നമ്മൾ ഓരോരുത്തരും ജീവിക്കണമെന്നാണ്. അവസാനം വരെ നമുക്ക് അനുവദിച്ച നാളുകൾ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ചിലരൊക്കെ നെഗറ്റീവായിട്ട് ചിന്തിക്കും. കാരണം രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ ദുരന്തങ്ങൾ എൻ്റെ പാവങ്ങളാൽ ഞാൻ എന്നേക്കും നഷ്ടപ്പെട്ട പോകാൻ ദൈവം ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാകും. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരുന്നത് എന്നൊക്കെ ചിലർ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് എനിക്കിനി രക്ഷയില്ല, എനിക്കിനി മോചനമില്ല എന്നൊക്കെ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നീ ഓർത്തുകൊള്ളണം, നീ ദൈവത്തിനെതിരായി നിലപാടെടുക്കുകയാണ്. സ്നേഹിക്കുന്ന ദൈവത്തിനെതിരായി എടുക്കുന്ന നിലപാടാണ്. ദൈവം നിന്നെ രക്ഷിക്കാനാണ് വന്നത്, ശിക്ഷിക്കാനല്ല. ദൈവം നിന്നെ രക്ഷിക്കുവാനാണ് വന്നത്. ഒരു ഞെരുക്കത്തിൻ്റെ അനുഭവത്തിലും നീ കർത്താവിലേക്ക് നോക്കി പ്രത്യാശയോടെ യേശുവേ എന്ന് വിളിച്ചാൽ നിനക്ക് ആ പിശാചിൻ്റെ ആ തിന്മയിൽ നിന്ന് മാറി നടക്കാനായിട്ട് പറ്റും. പലപ്പോഴും എന്താണ്, ഞെരുക്കത്തിൻ്റെ നിമിഷങ്ങളിൽ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുകയില്ല. ആത്മഹത്യ ചെയ്യുന്ന ചിലരുടെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തിയിരുന്നെങ്കിൽ ആ തിന്മയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാമായിരുന്നു. അവരെന്താണ്, ആ സാഹചര്യത്തിലും ചുറ്റുപാടുകളിലും മാത്രം അവരുടെ ചിന്തകൾ ഒതുക്കി കഴിയുമ്പോൾ അവരുടെ ചിന്തകൾ ദൈവത്തിലേക്ക് ഉയർത്തപ്പെടാത്തത് കൊണ്ട് നിരാശ അവരെ പൊതിഞ്ഞു നിൽക്കുകയാണ്. നിൻ്റെ ജീവിതത്തിലെ നിരാശ, ആ നിരാശയുടെ തിന്മകൾ പൊട്ടിച്ച് കളയണമെങ്കിൽ നീ കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തണം. കാരണം കുരിശിലേക്ക് നോക്കിയാൽ അവൻ്റെ സ്നേഹം നിനക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അവൻ്റെ സ്നേഹം തിരിച്ചറിയാൻ നീ എത്രമാത്രം തകർക്കപ്പെട്ടവളാണെങ്കിലും നീ കുരിശിൽ നോക്കിയാൽ അവിടെ നിന്നൊരു സ്വരം കേൾക്കാം, നീ എനിക്ക് വിലപ്പെട്ടവനാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് കർത്താവ് കുരിശിലെ ഈശോ നിന്നെ നോക്കി പറയും. അതിന് പ്രതിസന്ധിയുടെ നിരാശയുടെ അനുഭവങ്ങളിലും നീ കുരിശിനെ നോക്കാനായിട്ട് നീ തയ്യാറാകണം. മൂന്നാമത്, യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതകളാണ് നമ്മുടെ പ്രത്യാശയുടെ പ്രേരക ശക്തി. കാരണം നമ്മുടെ യോഗ്യത കൊണ്ട് നമുക്ക് നേടാവുന്നതല്ല നമ്മൾ പ്രത്യാശ വയ്ക്കുന്ന നിത്യജീവൻ. നമ്മുടെ പ്രത്യാശയുടെ ആ പ്രേരക ശക്തി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതകളാണ്. നമ്മുടെ പാപങ്ങൾ നിമിത്തം നിത്യമരണം ഭയപ്പെടാനായി നമുക്ക് കാരണമുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ബലിയുടെ യോഗ്യതകൾ മൂലം നിത്യജീവനിൽ പ്രവേശിക്കുവാൻ നമ്മൾ കൂടുതൽ ശക്തമായ നമുക്ക് കാരണമുണ്ട്. നമ്മുടെ പാപങ്ങൾ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് നിത്യരക്ഷയായിരിക്കാം ലഭിക്കാൻ സാധ്യത. പക്ഷേ കർത്താവ് കൊടുത്ത കാൽവരിയിലെ കുരിശിൻ്റെ വില നോക്കുമ്പോൾ നമുക്ക് ഈ പാപങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിത്യരക്ഷയിലേക്ക് പങ്കുചേരാനായിട്ടുള്ള യോഗ്യതയുണ്ടെന്ന് യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 53-ാം അധ്യായം 4 നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. നിൻ്റെ വേദനകളും നിൻ്റെ രോഗങ്ങളും നിൻ്റെ ബലഹീനതകളുമാണ് കാൽവരിയിലെ ക്രിസ്തു ചുമന്നത്. കൊളോസ്യോസാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 14
നമുക്ക് ദോഷകരമായിരുന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. കൊറിന്തോസ്യരുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ. നമ്മുടെ ദൈവമായ യേശുക്രിസ്തുവിൻ്റെ വെളിപാട് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ഏതൊരു ആത്മീയ ദാനത്തിൻ്റെയും കുറവില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടുന്ന് നിങ്ങളെ പരിപാലിക്കും. വിശുദ്ധ ലിയോ പറയുകയാണ്, യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ നമുക്ക് ലഭ്യമായ ആനുകൂല്യങ്ങൾ പിശാച് പാപം വഴി ഉണ്ടാക്കിയ നഷ്ടങ്ങളെക്കാൾ വളരെ വലുതാണ്. യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ നമുക്ക് ലഭ്യമായ ആനുകൂല്യങ്ങൾ പിശാച് പാപം വഴിയുണ്ടാക്കിയ നഷ്ടങ്ങളെക്കാൾ വലുതാണ്. അപ്പോൾ പാപം എന്ന് നോക്കുമ്പോൾ നമുക്ക് ഹിമാലയം എന്നുള്ള ആ ഹിമാലയവും അതിൻ്റെ അടിവാരത്ത് നിൽക്കുന്ന താഴെ കിടക്കുന്ന മണലും തമ്മിലെന്നുള്ള ആ സാമീപ്യമാണ്. കാരണം ദൈവത്തിൻ്റെ കാരുണ്യം, യേശുക്രിസ്തുവിലൂടെ ലോകത്തിന് വന്ന കരുണയെന്ന് പറയുന്നത് ഹിമാലയം പോലെ അത്രമാത്രം ഉയർന്നു നിൽക്കുകയാണ്, അത്രമാത്രം അനുഗ്രഹപ്രദമാണ്. മനുഷ്യൻ്റെ പാപം എന്ന് പറയുന്നത് ഹിമാലയത്തിൻ്റെ ആ താഴ്വരയിൽ കിടക്കുന്ന കുറച്ച് മണൽത്തരി പോലെയാണ്. പക്ഷെ നമ്മളത് ചിന്തിക്കാറില്ല. നമ്മൾ പാപം മാത്രം ഇങ്ങനെ പെരുപ്പിച്ച് കാണുകയാണ്. കർത്താവിൻ്റെ കരുണയെ നമ്മൾ ധ്യാനിക്കുന്നില്ല. ദൈവത്തിൻ്റെ കരുണ ഈ ലോകത്തിലെ എല്ലാ തിന്മകളേക്കാൾ വലുതാണെന്ന് നമുക്ക് നമ്മുടെ മനസ്സിൽ തിരിച്ചറിയണം. യേശു കൊടുത്ത കാൽവരിയിലെ വില പാപത്തിൻ്റെയൊക്കെ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എത്രമാത്രം വലിയ വിലയാണ്. അത് നമ്മൾ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ പ്രത്യാശയോടെ മുന്നോട്ട് ജീവിക്കാനായിട്ട് പറ്റും. കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 13. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ എല്ലാവരും രക്ഷപ്രാപിക്കും. എല്ലാവരും രക്ഷപ്രാപിക്കും. കുരിശിലെ നമ്മൾ കാണുന്നില്ലേ, കാൽവരിയിലെ കുരിശിലെ 2 കള്ളന്മാർ, കർത്താവിൻ്റെ ഇടതും വലതും. എന്നാൽ വലതുവശത്തെ കള്ളൻ അവൻ കർത്താവിലേക്ക് പ്രത്യാശയോടെ നോക്കി കർത്താവിനെ വിളിച്ചു, നീ പർദീസയിൽ പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ, കർത്താവ് നിൻ്റെ രാജ്യത്തിൽ നീ പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് അവൻ കർത്താവായ യേശുവിൻ്റെ കുരിശിനെ നോക്കി അവൻ പറഞ്ഞപ്പോൾ അവന് കർത്താവ് നിത്യജീവൻ കൊടുത്തു. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിൻ്റെ തകർന്ന അവസ്ഥയിൽ നീ കുരിശിനെ നോക്കി യേശുവിനെ നോക്കി വിളിച്ചാൽ അവൻ നിനക്ക് സകല അനുഗ്രഹങ്ങളും തരും. നിൻ്റെ എല്ലാ പാപങ്ങളിൽ നിന്നും നിനക്ക് മോചനം നൽകുവാൻ അവൻ്റെ ആ ഒരു കാൽവരി ബലിയിലെ ആ ഒരു ചെറിയൊരു രക്തം മാത്രം മതി. കാൽവരിയിൽ ഒഴുക്കിയ ആ രക്തത്തിൻ്റെ ഒരു ചെറിയ തുള്ളി മാത്രം മതി നിൻ്റെ പാപങ്ങളെല്ലാം കഴുകിക്കളയുവാൻ. അതുകൊണ്ട് നീ പാപത്തെ ഓർത്ത് നിരാശപ്പെടാതെ, നിൻ്റെ ജീവിതത്തിലെ തകർച്ചകളെ ഓർത്ത് നിരാശപ്പെടാതെ, നിൻ്റെ കുടുംബ ബന്ധങ്ങളിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വന്ന നിരാശപ്പെടുത്തുന്ന ദുഃഖിപ്പിക്കുന്ന സംഭവങ്ങളെ ഓർത്ത് നീ നിരാശപ്പെടാതെ കർത്താവിൻ്റെ കുരിശിലേക്ക് നോക്കുക, അവൻ്റെ തിരുരക്തത്തിലേക്ക് നോക്കുക, അവൻ്റെ ബലിയുടെ ശക്തിയിലേക്ക് നോക്കി നീ പ്രാർത്ഥിച്ചാൽ പ്രത്യാശയോടെ നിനക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 12. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. രക്ഷിക്കുവാനായിട്ടാണ് കർത്താവായ യേശു കടന്നു വന്നത്. യേശു ആഗ്രഹിക്കുന്നതും തന്നിൽ വിശ്വസിക്കുന്നവർ തൻ്റെ കൂടെ ഈ നിത്യതയിലായിരിക്കണമെന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലും ആരും നശിച്ചു പോകാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല, ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തോട് ഈശോ പ്രാർത്ഥിക്കുകയാണ്, ഇവരും പിതാവേ, ലോക സ്ഥാപനത്തിനു മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. അങ്ങ് എനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരുമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. പിതാവേ, ലോക സ്ഥാപനത്തിനു മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. അങ്ങെനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരുമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ ആഗ്രഹമാണ്. നിത്യതയിൽ സകലരും യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും നിത്യതയിൽ അവനോടൊപ്പം ആയിരിക്കണമെന്ന് യേശു ആഗ്രഹിച്ച് പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ വന്ന തകർച്ചകളിൽ ആ വ്യക്തി നഷ്ടപ്പെട്ടു പോയി എന്ന് നമുക്ക് കരുതാൻ പറ്റുകയില്ല. ആ വ്യക്തിയെ കർത്താവ് അവനെ വിശുദ്ധീകരിച്ച് രക്ഷിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ വിശുദ്ധിയിൽ, നന്മയിൽ, സ്നേഹത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. അവസാനം നമ്മുടെ പ്രത്യാശയുടെ പ്രേരക ശക്തി എന്ന് പറയുന്നത് മറിയത്തിൻ്റെ മാധ്യസ്ഥമാണ്. പരിശുദ്ധ മറിയത്തെ ആശ്രയിച്ചവരാരും തകർന്നു പോകാൻ അനുവദിച്ചിട്ടില്ല.
എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തി, അവൻ്റെ ജീവിതത്തിൽ എന്ത് ദുരിതങ്ങളും തകർച്ചകൾ വന്ന് പതിച്ചാലും കർത്താവ് ഈ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയിൽ ആ വ്യക്തിക്ക് അവൻ പ്രത്യാശ വെച്ച ആ നിത്യജീവൻ കൊടുക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ബെർണാഡ് പറയുന്നുണ്ട്, മറിയത്തിലേക്ക് ഓടിയണയുക. മകൻ തീർച്ചയായും ആ അമ്മയെ ശ്രവിക്കുമെന്നതിനാലാണ് ഞാനിത് നിസ്സംശയം പറയുന്നത്. പാവപ്പെട്ട പാവികൾക്ക് അവൾ സുരക്ഷ ഗോവണിയാണ്. അവൾ എൻ്റെ പ്രത്യാശയുടെ ഏക അടിസ്ഥാനമാണ്. വിശുദ്ധ ബെർണാഡ് തുടർന്ന് വീണ്ടും പറയുകയാണ്, പരിശുദ്ധ മറിയത്തെ പാവികൾക്ക് വേണ്ടിയുള്ള ഗോവണി എന്ന് വിളിക്കുന്നു. കാരണം രണ്ടാമത്തെ പടിയിലേക്ക് നേരിട്ട് കയറണമെങ്കിൽ ഒന്നാമത്തെ പടിയിലെത്താതെ രണ്ടാം പടിയിൽ എത്താനാവുകയില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിലൂടെ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിലെത്താൻ കഴിയൂ, മറിയത്തിലൂടെ യേശുക്രിസ്തുവിലേക്കും. വിശുദ്ധ ബെർണാഡ് മനോഹരമായിട്ട് പറയുകയാണ്. കാരണം നമുക്ക് ആദ്യം ചവിട്ടാവുന്ന പടി എന്ന് പറയുന്ന, നമുക്ക് പിടിക്കാവുന്ന ഇതെന്ന് പറയുന്നത് മറിയം തന്നെയാണ്. നമുക്ക് അടുത്ത സമീപസ്ഥമുണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് സമീപിക്കാം. ഈ അമ്മ നമ്മുടെ ജീവിതത്തിലെ വേദനകളും നൊമ്പരങ്ങളും നിരാശകളൊക്കെ, നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളൊക്കെ ഈ അമ്മ അനുഭവിച്ച് കടന്നുപോയതാണ്. അമ്മ ഇതെല്ലാം പ്രത്യാശയോടെ മുന്നിൽ കണ്ടുകൊണ്ട് യേശുവിനോടൊപ്പം ചേർന്ന് നിന്ന അമ്മയാണ്. അതുകൊണ്ട് അമ്മയെ നമ്മൾ പിടിച്ചാൽ, അമ്മയുടെ കരം പിടിച്ചാൽ പ്രത്യാശയോടെ നമുക്ക് നിത്യജീവനിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. വിശുദ്ധ ആൻസലൈൻ പറയുകയാണ്, ഓ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയെ, ഓ സുരക്ഷിത സങ്കേതമേ, ദൈവത്തിൻ്റെ അമ്മേ, എൻ്റെയും അമ്മയാണ്. എത്രയോ സുരക്ഷാബോധത്തോടെ എനിക്ക് നിത്യാനന്ദം പ്രതീക്ഷിക്കാം. കാരണം ആ ആനന്ദം ഒരു നല്ല സഹോദരൻ്റെ അലിവുള്ള ഒരു അമ്മയുടെയും തീരുമാനത്തിലൂടെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഒരു അമ്മയുടെയും ഒരു മകൻ്റെയും തീരുമാനത്തിലാണ് ആശ്രയിച്ചിരിക്കുന്നത് നിത്യജീവൻ, പ്രത്യാശ. അതുകൊണ്ട് ഈ അമ്മയുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ എനിക്ക് നിരാശപ്പെടേണ്ടി വരികയില്ല. എനിക്കൊരു പരാജയത്തിൽ ചെന്ന് വീഴേണ്ട അവസ്ഥയുണ്ടാവുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലും മറ്റുള്ളവരുടെ ജീവിതങ്ങളിലും പ്രത്യാശയുള്ളവരാകാം. നമ്മുടെ കൂടെയൊക്കെ ജീവിച്ച് ഏതെങ്കിലുമൊക്കെ തകർക്കപ്പെട്ട അവസ്ഥയിൽ അവർ വീണുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യാശയുള്ളവരാകാം. ദൈവം അവരെയും രക്ഷിക്കുമെന്നുള്ള പ്രത്യാശ. അവർ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കില്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ മറിയത്തോടൊപ്പം ചേർന്ന് അവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരാകാം. ഒപ്പം നമുക്ക് അനുവദിച്ചിട്ടുള്ള ജീവിത നാളുകളിൽ വിശ്വാസത്തോടും പ്രത്യാശയോടും ജീവിത അവസാനം വരെ സഹനത്തിൽ പതറാതെ യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മൾ യാത്ര ചെയ്യാം. നമ്മൾ പ്രത്യാശ വച്ചിരിക്കുന്നത് നിത്യജീവനിലാണ്. ഈ നിത്യജീവൻ അവകാശമാക്കുവാൻ നമുക്ക് വിശ്വാസത്തിൻ്റെ യാത്ര ചെയ്യാം. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പി പിടിക്കാം. കാരുണ്യവാനായ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവൻ പ്രത്യാശ വെച്ച് നീങ്ങേണ്ട ജീവിതമാണല്ലോ ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾ പ്രത്യാശ വയ്ക്കുന്നതിന് ഞങ്ങളെ ബലപ്പെടുത്തുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി ബലിയുടെ യോഗ്യതകളും സകല സൃഷ്ടികളെയും സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ വ്യവസ്ഥകളില്ലാത്ത സ്നേഹവും, ഒപ്പം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിൻ്റെ ഉടമ്പടിയുമാണല്ലോ. ഇവയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിശ്വാസ ജീവിതം നയിക്കുവാൻ, പ്രത്യാശയുള്ളവരായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, തകർക്കുന്ന അവസ്ഥകളിലും നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളിലും പ്രത്യാശയോടെ നിത്യജീവൻ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ ദൈവമേ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.